പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിലെ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജോലി എന്താണെന്ന് ഞാൻ മനസ്സിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജോലി എന്ന് വെച്ചാൽ ആത്മാക്കളെ നേടുക, ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജോലി. അതായത് സുവിശേഷ വേല. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ മലമുകളിൽ എത്ര സുന്ദരമാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പൊന്നുമക്കളെ, നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്വർഗരാജ്യത്തിലേക്ക് ആളെ ചേർക്കാനാണ്. ഇതാ, ആത്മാക്കളെ തരിക, സകലതും എടുത്തുകൊള്ളുക എന്ന് പ്രാർത്ഥിച്ച് പ്രസംഗിച്ച് നടന്ന മഹാവിശുദ്ധനാണ് ഫ്രാൻസിസ് സേവ്യർ. ഇതാ, ഒരിക്കലും അദ്ദേഹം തൻ്റെ യാത്രയിൽ, ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ കപ്പലിൽ വെച്ച് കപ്പിത്താൻ്റെ സുഖലോലുപമായ ജീവിതത്തിൽ മനം നൊന്ത് അദ്ദേഹം പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി. ഇതാ, മുള്ളരഞ്ഞാണം ധരിച്ച് ശരീരം ചാട്ട കൊണ്ടടിച്ച് പീഡിപ്പിച്ച് എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ ആ വേദനകളെല്ലാം സമർപ്പിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് ആത്മാക്കളെ താ. ആ കപ്പിത്താൻ്റെ മാനസാന്തരമാണ് അദ്ദേഹം ദൈവത്തോട് ചോദിച്ചത്. രാത്രികൾ പകലാക്കി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ആത്മാവിനെ നേടാനായിട്ട്. ഇതാ, ഈ ഫ്രാൻസിസ് സേവറിൻ്റെ ഈ ജീവിത രീതിയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ചൈതന്യവും കണ്ട് ഈ കപ്പിത്താൻ ഒരിക്കൽ ഫ്രാൻസിസ് സേവറിനോട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ട ഫാദർ, എനിക്ക് എൻ്റെ പാപങ്ങളെക്കുറിച്ച് എനിക്ക് വല്ലാത്ത മനസ്താപം വരുന്നു. ഇങ്ങനെ ഈ കുത്തഴിഞ്ഞൊരു ജീവിതം എനിക്ക് അവസാനിപ്പിക്കണം എന്ന് അദ്ദേഹം ഫ്രാൻസിസ് സേവറിൻ്റെ മുമ്പിൽ മുട്ട് കുത്തി കുമ്പസാരിക്കുകയാണ്. മണിക്കൂറുകളെടുത്ത് കുമ്പസാരിച്ച് ഇതാ കണ്ണീർ വാർത്ത് കരഞ്ഞ് തൻ്റെ പാപങ്ങളെ ഏറ്റുപറയുകയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. ഫ്രാൻസിസ് സേവർ അവയെല്ലാം കേട്ട് അദ്ദേഹത്തിന് വളരെ ചെറിയ ഒരു പ്രായശ്ചിത്തം, ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം ചൊല്ലുവാനാണ് പ്രായശ്ചിത്തമായിട്ട് കൊടുത്തത്. അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. ഇത്രയും വലിയ പാപങ്ങൾ ഞാൻ ഏറ്റു പറഞ്ഞിട്ടും എനിക്കൊരു ചെറിയ പ്രായശ്ചിത്തമാണ് തന്നത്. ഈശോയുടെ പൊന്നുമക്കളെ, ഫ്രാൻസിസ് സേവർ പുണ്യവാൻ തൻ്റെ മുറിയിലേക്ക് പോയി. പിന്നീട് ഈ നമ്മൾ കാണുക, തൻ്റെ ലോഹ ഊരി മുള്ളുകൾ വെച്ച് പിടിപ്പിച്ച ചാട്ട കൊണ്ട് തൻ്റെ ശരീരം അടിച്ചു പൊട്ടിക്കുകയാണ് പ്രായശ്ചിത്തമായിട്ട്. ഇതാ, നമ്മൾ ദൈവം വിളിച്ചിരിക്കുന്നത് നമ്മുടെ തന്നെ വിശുദ്ധീകരണവും മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുകയുമാണ്. ഇതാ, ഈ കപ്പിത്താൻ ഫ്രാൻസിസ് സേവർ ഇപ്രകാരം പ്രായശ്ചിത്ത പ്രവൃത്തി ചെയ്യുന്നത് ജനലിലൂടെ കാണുകയാണ്. അദ്ദേഹം ഫ്രാൻസിസ് സേവറിൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരു ചെറിയ പ്രായശ്ചിത്തം തന്ന് എൻ്റെ പാപങ്ങൾക്ക് അങ്ങ് പരിഹാരം ചെയ്യുകയാണ് അല്ലേ എന്ന്. ഈശോയുടെ പൊന്നുമക്കളെ, ഈ ഫ്രാൻസിസ് സേവ്യർ നമുക്കറിയാം, തീരപ്രദേശങ്ങളിലൂടെ നടന്ന് ദൈവമേ എനിക്ക് ആത്മാക്കളെ ബാക്കി എല്ലാം നീ എടുത്തോ എന്ന്. ബാക്കി എല്ലാത്തിനും വിലയില്ല, വിലയുള്ളത് മനുഷ്യാത്മാവിന് മാത്രം. നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ഞാൻ അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവചന പ്രകാരം നമ്മുടെ ആത്മാവിനെ ദൈവം കൊതിക്കുകയാണ്. ഒരു കാമുകൻ തൻ്റെ കാമുകിയുടെ സ്നേഹം ആഗ്രഹിക്കുന്നത് പോലെ, അതിനുവേണ്ടി ദാഹിക്കുന്നത് പോലെ ദൈവം ഇതാ മനുഷ്യ മക്കളുടെ ആത്മാവിനായി ദാഹിക്കുകയാണ്. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ആത്മാവിനെ, നമ്മുടെ തന്നെ ആത്മാവിനെ കറയോ കളങ്കമോ ഇല്ലാതെ മുഴുവനായിട്ട് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒന്ന് ആത്മപരിശോധന ചെയ്യുക. ഇതാ, നിന്നെ ആദ്യം വിശുദ്ധീകരിക്കുക, പിന്നീട്
ഇതാ മറ്റുള്ളവരെ കൂടി ആ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരിക. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രാപിക്കാൻ സാധിക്കുകയില്ല. നിന്നെ വിളിച്ചവൻ പരിശുദ്ധനെങ്കിൽ നീയും പരിശുദ്ധനായിടണം. ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടു പങ്കില്ല. വിശുദ്ധി വിശുദ്ധി വിശുദ്ധിയാം പരിച, അജയ്യമാമൊരു പരിച. നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാർ, ദൈവത്തെ അവർ കാണും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കറയോ കളങ്കമോ ഇല്ലാതെ എൻ്റെ ആത്മാവിനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടോ? തീരുമാനമെടുക്കാം. ഭൂമിയിൽ 99% മാർക്ക് മേടിക്കുന്നവന് അവൻ റാങ്കുള്ളവനാണ്. പക്ഷേ സ്വർഗത്തിൽ 99% മാർക്ക് മേടിക്കുന്നവനും ഒരു മാർക്ക് നഷ്ടപ്പെട്ടാൽ സ്വർഗത്തിൽ അവൻ പരാജിതനാണ്. ഈശോയുടെ കുഞ്ഞുമക്കളെ, 100% ഈശോയിൽ നിന്ന് മാർക്ക് മേടിക്കാൻ നമ്മൾ എല്ലാ തരത്തിലുള്ള തിന്മകൾ, പാപച്ചാച്ചിലുകളിൽ നിന്ന് നമുക്ക് സ്വതന്ത്രരാവണം. മനുഷ്യന് അസാധ്യമാണിത്, എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. നിനക്കെൻ്റെ കൃപ മതി. മാനുഷികമായ പ്രയത്നം കൊണ്ട് നമുക്ക് സാധിക്കുന്നതല്ല ഇത്. ദൈവമക്കളെ, കർത്താവിനോട് ചേർന്നൊരു വിശുദ്ധ ജീവിതം നയിക്കാം. നമ്മൾ വീഴുക മാനുഷികമാണ്, എന്നാൽ വീഴ്ചയിൽ തുടരുക പൈശാചികമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. എൻ്റെ നല്ല ദൈവമേ, എൻ്റെ എല്ലാ വീഴ്ചകളെ ഓർത്ത് ഞാൻ കണ്ണീർ വാർത്ത് കരയുന്നു. എനിക്കൊരു വിശുദ്ധനാവണം. ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞതുപോലെ അവർക്കെല്ലാവർക്കും വിശുദ്ധരാകാമെങ്കിൽ എനിക്കെന്തുകൊണ്ടൊരു വിശുദ്ധനായിക്കൂടാ എന്ന്. ഈശോയുടെ പൊന്നുമക്കളെ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഇന്നലെകളിൽ നാം അശുദ്ധിക്ക് സമർപ്പിച്ചു. ഇനി മുഴുവനായി ഈശോയുടെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവിൻ്റെ അഭിഷേകം നമ്മിലേക്ക് കടന്നു വരികയാണ്. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചെന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. പാപബോധവും പശ്ചാത്താപവും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും വലിയ പാപിക്കാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുണയും സ്നേഹവും തിരിച്ചറിയാം. അതിനാൽ ക്ഷമിക്കപ്പെടാത്ത ഒരു പാപവുമില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഇതാ, ദൈവം എല്ലാം നമ്മളോട് ക്ഷമിക്കും. ദൈവം കരുണ കാണിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവെ, എന്നെ അങ്ങ് തൊടണമേ കർത്താവെ, എന്നെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ, അങ്ങയുടെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഞാൻ എൻ്റെ എല്ലാ പാപങ്ങളെ ഓർത്ത് അനുദപിക്കുന്നു കർത്താവെ. കർത്താവെ, എന്നോട് കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ. അങ്ങ് കടന്നു വരണമേ, അങ്ങ് കടന്നു വരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.